നമസ്കാരം. പീഡന പരമ്പരയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിവിൻ പോളി അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആരോപിക്കുന്ന സ്ത്രീകളെക്കുറിച്ചും നമുക്കൊരു അവയർനെസ് ഉണ്ടാവണമല്ലോ, ഇവരാരാണ്. അപ്പം ആദ്യം ആരോപണം ഉന്നയിച്ച സിദ്ദിഖിൻ്റെ നേരെ ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്ത്. ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന സ്ത്രീ ചൈനയിൽ MBBS പഠിക്കാൻ പോവുകയും അവിടെ വെച്ച് തൻ്റെ സഹപാഠിയുടെ നഗ്നത വീഡിയോയിൽ പിടിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തതിന് അവിടെ നിന്നും പുറത്താക്കിയതാണ്. അതായത് കുട്ടികളെല്ലാം കൂടെ, വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു അപേക്ഷ വെച്ച് സൈൻ ചെയ്ത് അപേക്ഷ വെച്ച് അത് കോളേജിന് സമർപ്പിക്കുകയും തന്നിമിത്തം ഈ കുട്ടിയെ പുറത്താക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ടാണ്. സിദ്ദിഖിനെ പോലെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മ എന്ന സംഘടനയിൽ നിന്നല്ല, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ശിക്ഷ തന്നെ കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞത്. ഈ രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയുന്നതിന് മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, ഭാര്യമാർ ഇതിനകത്ത് ഈ ആണുങ്ങളെക്കാൾ കൂടുതൽ ഭാര്യമാർ നാണം കെടുന്നുണ്ട്. വീട്ടുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, മക്കളൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതിൻ്റെ പുറത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി ഇവന്മാർ ചെയ്ത പ്രവൃത്തിയെ വെള്ളപൂശുവോ അല്ലെങ്കിൽ ചെയ്ത് ശരിയാണെന്നോ അല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ചെയ്തപ്പോൾ തന്നെ നമ്മൾ അതിനെ പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, മനസ്സിലായോ? ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് മിന്നു. അവരെക്കുറിച്ച് അവരുടെ പേര് തന്നെ മറ്റൊരു പേരായിരുന്നു. പിന്നീടാണ് ഇപ്പം പുതിയൊരു പേരിലേക്ക് മാറിയത്. മിന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് പറയുന്ന വേറൊരു പേരായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ അവർ സിനിമയിലേക്ക് വരികയും അവർക്കും പറയാമായിരുന്നല്ലോ, മിന്നു ഭയങ്കര സ്ട്രോങ് അല്ലേ ഇപ്പം. അപ്പോൾ ആ പറയുന്ന ലേഡി, അവർ ഭർത്താവിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്, അയാൾ ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണെന്ന് പറയുന്നവർക്ക് മക്കളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, മക്കളൊക്കെ വളർന്ന് കല്യാണപ്രായമായപ്പം ആണോ നമ്മളത് പറയേണ്ടത്? ആ തുടക്കത്തിൽ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ എന്ന പോലെ നമുക്ക് പറയാമായിരുന്നു, തീർച്ചയായിട്ടും പറയാമായിരുന്നു. അതിങ്ങോട്ട് കഴിഞ്ഞാൽ സോണിയ മൽഹാർ, ആദ്യം അവർ പേര് പറയാൻ സിനിമയുടെ മടിച്ചു, രണ്ടാമത് പേര് പറഞ്ഞു, അവസാനം ജയസൂര്യ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ജയസൂര്യയുടെ കൂടെ 2013-14 നടന്ന പിഗ്മാൻ എന്ന സിനിമയുടെ ആ ഇൻസിഡൻറ്റിന് ശേഷവും 2021 വരെയുള്ള അവരുടെ പല ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹമുണ്ട്. കയറി നോക്കിയാൽ മതി. അഥവാ അവർ നടത്തുന്ന പല ചടങ്ങുകളിലും പ്രധാന അതിഥിയായി ജയസൂര്യയുണ്ട്. ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടുണ്ട്. അവാർഡ് കിട്ടിയപ്പോൾ താങ്കളെൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ അഭിമാനം തോന്നുന്നു എന്ന് സോണിയ മൽഹാർ പറഞ്ഞിട്ടുണ്ട്. 2013-14 കയറി പിടിച്ച ആളിനെയാണേ. അപ്പം ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് പോരായ്മകൾ കണ്ടുവരുന്നുണ്ട്. ഈ പോരായ്മകൾ ഇവരിൽ ഉണ്ടായതുകൊണ്ടാണ് പല സ്ത്രീകളിലേക്കും ഈ അതിക്രമങ്ങൾ കടന്നു വരാൻ കാരണം. മനസ്സിലായോ? അവർ തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ള പല ആൾക്കാരും പലതും കണ്ണടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്ലാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ടായ സമയത്തൊന്നും അനങ്ങാതിരുന്നിട്ട് ഒരിടത്തുനിന്ന് ഒരു തീപ്പൊരി ഉണ്ടായപ്പോൾ അതേ പിടിച്ച് നമ്മൾ കയറുകയല്ല വീണുന്നത്. നമ്മുടെ അഭിമാനത്തിന് എപ്പോഴും ഒരേ വില തന്നെയാണ്. അല്ലാണ്ട് അത് മറച്ചു വെക്കുകയോ ഒരുത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരെല്ലാം ജയിലിൽ പോവുക തന്നെ വേണം. മാന്യതയുടെ കുപ്പായം വലിച്ചു കീറണം. അത് വലിച്ചു കീറേണ്ട സമയത്ത് തന്നെ നമ്മളത് ചെയ്യണം. അല്ലാതെ നമ്മളെ കയറി പിടിച്ചപ്പോൾ ഇവർക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലോട്ടൊക്കെ പോയാൽ അവരതും ഹൈഡ് ചെയ്ത് വെക്കുമായിരുന്നു. അതും വർഷങ്ങൾക്ക് ശേഷം അത് റിലീവ് ഉള്ളായിരുന്നു. അല്ല, എന്താണ് ഇതിൻ്റെ ഒരു ഇത്? ഇപ്പോൾ നിവിൻ പോളിയുടെ മേലെ ആരോപിച്ചത് നമ്മൾ പൂർണ്ണമായിട്ടും പുരുഷന്മാരെ മാത്രം ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. പുരുഷന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, പിന്നെയും പറയുന്നു. പക്ഷേ സ്ത്രീകൾ ഇപ്പോൾ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ്. അവർ ഇപ്പോഴല്ല അവർ ചെയ്യേണ്ടിയിരുന്നത്. അവർ വീണ്ടും മോശപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഇങ്ങനത്തെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവർ പിന്നെയും മോശം ആണ് ഈ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആ തെറ്റ് ചെയ്ത ആ പുരുഷനെ പോലെ തന്നെ ഈ സ്ത്രീയും ആ നിമിഷത്തിൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. കാരണം ഇത് പുറത്ത് പറയാത്തതുകൊണ്ട്.
തീർച്ചയായിട്ടും പറയണമായിരുന്നു. ഇപ്പം പിന്നെ നിവിൻ പോളിയുടെ മേൽ ആരോപണം വന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കേസിന് അങ്ങേയറ്റം വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്താൽ സ്ത്രീയാണേലും പുരുഷനാണേലും ഈക്വലായിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കണം. ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ശിക്ഷ അനുഭവിക്കണം. അതിൻ്റെ കൂടെ ഓരോ സ്ത്രീയും മനസ്സിലാക്കണം, നിന്നെ തൊട്ടാൽ ഇന്നാണ് പ്രതികരിക്കേണ്ടത്, വർഷങ്ങൾക്ക് ശേഷമല്ല. അതുകൂടി ബോധിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 100 എണ്ണം ചെയ്താൽ 99 എണ്ണവും സ്ത്രീകൾ മറച്ചു വയ്ക്കുകയാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സമൂഹത്തെ ഭയം, അല്ലെങ്കിൽ വീട്ടുകാരെ ഭയം, ഭർത്താവിനെ ഭയം, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഭയം, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവനവൻ്റേതായ ഒരു ആത്മാഭിമാനം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ, ഈ പുരുഷന്മാരുടെ പോലെ തന്നെ ഈ സ്ത്രീകളുടെയും ഒന്ന് അനലൈസ് ചെയ്യുക. ഇവരാരാണ്, എന്താണ്, അപ്പോൾ ഇവരുടെ പിന്നിൽ ചേതോ വികാരമുണ്ട്. ഇവർ പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇവർ പറയുന്നതൊക്കെ സത്യമാണ്. ഇവന്മാരൊക്കെ ഇങ്ങനത്തതൊക്കെ തന്നെയാണ്. പക്ഷേ നിനക്കതുണ്ടായപ്പോൾ എന്തുകൊണ്ട്, ഞാനിത് നിരന്തരം വീഡിയോയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് ഹൈഡ് ചെയ്തത്? ഒന്നും അവരെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞു? ചെയ്യാനൊക്കെ പറ്റും അല്ലേ? എല്ലാവർക്കും പറ്റും. ഇപ്പം നിവിൻ പോളിയുടെ പുതിയ ഇത് വന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഓരോരുത്തർ വരിക, ഇഷ്ടം പോലെ വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എപ്പോഴും ഈ സിനിമാ ലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ 100% ഉണ്ട്. അത് ഓരോ പെണ്ണും പ്രതികരിച്ചിരുന്നെങ്കിൽ, ഒരു പെണ്ണും പ്രതികരിക്കുമ്പം അടുത്ത പെണ്ണിനൊരു ധൈര്യമാവും. അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ അവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. എവിടെ നീതി? നമ്മുടെ നിയമ വ്യവസ്ഥയൊന്നും നീതിയൊന്നും കൊടുക്കാത്തതൊന്നും അല്ലെന്നേ. എല്ലാം ഒന്നും പണത്തിൻ്റെ മേലിലൊന്നും പറ്റില്ല. മാധ്യമങ്ങളിലേക്ക് കാര്യങ്ങൾ കിട്ടിയാൽ അത് വേറെ ലെവലിലെത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പം പല കാര്യങ്ങളിലും നോക്കുമ്പം മാധ്യമങ്ങൾ അതിനെ വേണ്ടുന്ന രീതിയിലല്ല, എനിക്ക് തോന്നുന്നില്ല അത് കൈകാര്യം ചെയ്യുന്നതാണ്. ആ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പലതിന് വേണ്ടിയിട്ടോ പലത് മറച്ചു വെക്കുകയും പലത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിരിക്കും പിന്നെയും ഓപ്പണായിട്ട് കാര്യം പറയുന്നത്. എനിക്കൊന്ന് യൂട്യൂബേഴ്സൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തതയോടുകൂടിയും വൃത്തിയോടുകൂടിയും മനസ്സിലാകുന്ന രീതിയിൽ കൃത്യതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും അവർ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല, ഒരു നേട്ടം ഉണ്ടായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും വേണ്ടിയല്ല പറയുന്നത്. ഒരു കാര്യം നമ്മൾക്ക് തോന്നിയ ശരിയും തെറ്റും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തർക്കും പ്രതികരിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മുടെ വീട്ടിലോ പേരൻസിനോടോ അല്ല നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാൻ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറഞ്ഞുകൂടെ? ശരിയെന്നും തെറ്റി ഇപ്പോൾ ആ സ്ത്രീകൾ ചെയ്തതുപോലെ നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്നു പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ചെയ്ത തെറ്റ് തന്നെയാണ്. അത് 100% നമ്മൾ മനസ്സിലാക്കുന്നു. അതേ സെയിം തെറ്റാണ് നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് പ്രതികരിക്കാത്തതും അത് പുറത്തു പറയാത്തതും. അതുകൊണ്ട് അവന്മാർക്കതൊരു ധൈര്യമായിട്ട് പിന്നീട് എത്രയോ സ്ത്രീകൾ അതിനകത്ത് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കൂ. അത് നാളെ നിങ്ങളുടെ മക്കളുടെ നേരെ ആ കൈ ഉയരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അന്ന് നിങ്ങൾ ചിന്തിക്കും, അന്നേ ഞാൻ ഇതാകേണ്ടിയിരുന്നു. ഇന്നിത് എനിക്ക് തോന്നുന്നു ഒരു ഷോ ഓഫ് പോലെ പെണ്ണുങ്ങൾ എത്ര വളരെ കൂളായിട്ട് നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. വളരെ കാര്യമായിട്ട് ഇന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നു. ഒരു സ്ത്രീ അബ്യൂസിനിരയായ ഒരു സ്ത്രീക്ക് ആ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വേദന ഉണ്ടാവും, ഒരു മാനക്കേടുണ്ടാവും. മാനമാണല്ലോ അവരുടെ അവിടെ പോയത്. ആ മാനം പോയി എന്നും ആ മാനത്തിന് വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീയുമാണെങ്കിൽ അതിനെ ആ രീതിയിൽ അപ്പോൾ തന്നെ സമീപിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇനിയും പല ജയസൂര്യമാരും നിവിൻ പോളിമാരും സിദ്ദിഖുമാരും ഒക്കെ ഇടവേള ബാബുമാരും ഒക്കെ ഇറങ്ങി ഇനി ഇഷ്ടം പോലെ വരുമായിരിക്കും. പക്ഷേ ഇവരെ ഇറക്കിക്കൊണ്ടുവരുന്ന സ്ത്രീകൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളാണ് ഇവന്മാരെ ഇത്രയും വളർത്തിയത്. ഇവന്മാരിത്രയും വളർന്നിട്ടുള്ളത് നിങ്ങളോട് പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾ പ്രതികരിക്കാത്തതിൻ്റെ പുറത്ത് എത്ര പെൺകുട്ടികളോട് പിന്നീട് ഇവന്മാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശക്തമായ അന്വേഷണം വരണം. ഇത് വെറുതെ ആരോപിച്ച സ്ത്രീകളാണ്. അവർക്ക് ശക്തമായ ഒരു പെണ്ണും ഒരാണിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ നേരെ മേലിൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഒരാണും ഒരു പെണ്ണിൻ്റെ മാനത്തിനും മേലിൽ വില പറയാൻ പാടില്ല. അതല്ലേ എൻ്റെ ശരി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും തുറന്നു പറയും.